ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എങ്കിൽ ആൻഡ് അഡോൺ. ഒരു ബർത്ത് ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് മെയിൻ വേണ്ടത് ഫ്രെയിം. രണ്ട് ആപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്, ക്യാൻവ ആപ്പും പിൻട്രസ്റ്റ് ആപ്പും. ക്യാൻവ ആപ്പ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ക്യാൻവ ആപ്പിൽ ചെയ്യാം. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നും എനിക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്യാൻവ ആപ്പിൽ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് മെയിൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിൻട്രസ്റ്റിൽ നിന്നും എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ബോയ് ബേബിയുടെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേബി ബോയ് ആണെങ്കിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടും ഗേൾ ആണെങ്കിൽ പിങ്ക് ബാക്ക്ഗ്രൗണ്ടുമാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലാണ് ജനിച്ചതെന്ന് നോക്കാം. ഹോസ്പിറ്റൽ, കാർട്ടൂൺ ഹോസ്പിറ്റൽ, ഓരോന്നും കാർട്ടൂൺ സ്റ്റൈലിൽ നാം എടുക്കുക. ഹോസ്പിറ്റൽ, ബ്ലഡ് അറിയുന്നതിന് വേണ്ടി ബ്ലഡ്, വെയിറ്റ് അറിയുന്നതിന് വേണ്ടി വെയിങ് മെഷീൻ, കലണ്ടർ, ഡേറ്റ് അറിയുന്നതിന് വേണ്ടി കലണ്ടർ, ക്ലോക്ക്. അങ്ങനെ 5 ഐറ്റമാണ് വേണ്ടത്. പിന്നെ ബേബിയുടെ മെയിൻ ഫോട്ടോസും പാരൻസിൻ്റെ ഫോട്ടോയും പാരൻസിൻ്റെത്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിൻട്രസ്റ്റിൽ നിന്നും നാം ബാക്ക്ഗ്രൗണ്ട് സ്കൈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി സെർച്ച് ബാറിൽ നമുക്ക് സ്കൈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കാം. പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നാം അങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് വരും. അതിൽ നിന്ന് നാം ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് കാർട്ടൂൺ ഹോസ്പിറ്റലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും നാം കാർട്ടൂൺ ഹോസ്പിറ്റൽ ഏതെങ്കിലും 2-3 സെലക്ട് ചെയ്യുക. ഒന്ന് സെലക്ട് ചെയ്ത് അവിടെ താഴത്ത് കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇമേജിൽ അത് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. നെക്സ്റ്റ് ഞാൻ കാർട്ടൂൺ വെയിങ് മെഷീൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്നും 2-3 വെയിങ് മെഷീനും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് അമർത്താൽ അത് നമുക്ക് ഇമേജിൽ കാണുന്നതാണ്. അങ്ങനെ ഓരോന്നും ബ്ലർ ഞാൻ റെഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലൂവിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ക്ലോക്ക്, അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ക്രോമിൽ പോയി remove.bg എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ അപ്ലോഡ് ഇമേജ് കാണിക്കും. അവിടെ അപ്ലോഡ് ഇമേജിൽ നാം സെലക്ട് ചെയ്ത ഹോസ്പിറ്റൽ, ബ്ലഡ്, വെയിറ്റ്, അങ്ങനെ ഓരോന്നും ഹോസ്പിറ്റൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഇതാവുന്നത് കാണാം, ബാക്ക്ഗ്രൗണ്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ താഴെ കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫ്രീ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ വിത്ത്, മുകളിൽ കാണുന്ന ഓപ്പൺ വിത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് എവിടെയാണ് ഇമേജ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഗാലറിയിൽ കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കലണ്ടർ, ഞാൻ കലണ്ടറാണ്. അപ്പോൾ കലണ്ടർ അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് കാണാം. അതും ഇതുപോലെ ഡൗൺലോഡ്, നെക്സ്റ്റ് ഡൗൺലോഡ് താഴെ കാണുന്ന ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഗാലറിയിൽ ഓപ്പൺ വിത്തിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ സേവ് ആയി കാണും. ഓക്കെ, അങ്ങനെ ഓരോന്നും ഗാലറിയിൽ സേവ് ചെയ്യുക. ബ്ലഡ്, നെക്സ്റ്റ് അത് ബാക്ക്ഗ്രൗണ്ട് പോയാൽ അതിങ്ങനെ ബ്ലാക്ക് കളറായി കാണും. ഓക്കെ, നെക്സ്റ്റ് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് പ്ലസ് ഐക്കണ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് A4 ഡോക്യുമെൻറ്റ്, ഞാൻ പോർട്രേറ്റ് മോഡിലാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. A4 ഡോക്യുമെൻ്റ് എന്ന് അമർത്തുമ്പോൾ അവിടെ പോർട്രേറ്റ് മോഡ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് കാണും. അതിന് നെക്സ്റ്റ് നാം ഓരോന്നും ഗാലറിയിൽ സെലക്ട് ചെയ്ത് ഓരോന്നും ചെയ്യുക. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് റീസൈസ് ചെയ്യുക. അത് ആ സൈസിന് കറക്റ്റായി വെക്കുക. നെക്സ്റ്റ് നമുക്ക് നാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗാലറി വീണ്ടും ഗാലറി ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അതിന് മുന്നേ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഫ്രെയിമിൽ എലമെൻസിൽ പോയി ഫ്രെയിം ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഓക്കെ, റൗണ്ട് ഇതാണ്, ഞാൻ ഫ്രെയിമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കും. ഓക്കെ, അവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കും. അങ്ങനെ ഓരോന്നും ഡ്രാഗ് ചെയ്ത് നമുക്ക് എന്തൊക്കെ 3 ഞാൻ ഒരു സൈഡിൽ 3 ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഒരു 3 നടുക്ക് സെൻറ്ററിൽ ബേബിയുടെ ഒരു ഫോട്ടോ വെക്കുന്നതിന് വേണ്ടിയും നെക്സ്റ്റ് ഒന്ന് പാരൻസിൻ്റെ ഫോട്ടോ വെക്കുന്നതിന് വേണ്ടിയും. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് ഓരോന്നും ആ റൗണ്ട് ഇതിൽ ഫ്രെയിമിൽ സെലക്ട് ചെയ്താൽ പിന്നെ നമുക്ക് റീപ്ലേസ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ പോയി ഫോട്ടോസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ നമുക്ക് ഗാലറിയിൽ പോയി സെലക്ട് ചെയ്യാം. ഞാനിവിടെ പേരൻസിൻ്റെ പിക്ക് ഞാൻ കാർട്ടൂൺ സ്റ്റൈലിൽ ഇവിടെ നിന്നും പിൻട്രസ്റ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അതുപോലെ നമുക്ക് ഈ ഫ്രെയിമിൽ നമുക്ക് എക്സ്ട്രാ ആയി കാർട്ടൂൺ സ്റ്റൈലിൽ വല്ല ഫോട്ടോസും വെക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ അതുപോലെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, അതും നമുക്ക് ഇവിടെ അതും ഞാൻ remote.bgൽ വെച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്ത് വെക്കുക. ഓരോന്നും ആഡ് ടു പേജിൽ കൊടുത്തുകൊണ്ട് ഞാനിവിടെ അൽഹംദുലില്ല എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഓരോന്നിനും ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കുക, കുഞ്ഞിൻ്റെ ബേബിയുടെ പേര് മുകളിൽ ഫസ്റ്റ് കൊടുക്കുക. അത് നമുക്ക് വേണ്ടുന്ന ഫോണ്ടും വേണ്ടുന്ന ടെക്സ്റ്റ് സ്റ്റൈലും കൊടുക്കുക. നെക്സ്റ്റ് പ്രൗഡ് പാരൻസ് എന്ന് കൊടുക്കുന്ന പ്രൗഡ് പാരൻസ് എന്ന് അത് നമുക്ക് വേണ്ടുന്ന സ്റ്റൈൽ സെലക്ട് ചെയ്തുകൊണ്ട് അത് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ പ്രൗഡ് പാരൻസ് അങ്ങനെ ഓരോ ടെക്സ്റ്റും നമുക്ക് ഓരോന്ന് സ്ഥലത്ത് ഹോസ്പിറ്റൽ നെയിം എഴുതുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ്, വെയിറ്റ് പറയുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ്, അങ്ങനെ ഓരോന്നും നമുക്ക് അതിൻ്റെ പ്ലേസിൽ വെക്കുക. പിന്നെ നാം ഓരോന്നും ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ടുന്ന ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും സെലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ A4 ഷീറ്റിലായാലും 5/7 നിങ്ങൾ ഏത് ഷീറ്റിലാണ് നാം ചെയ്യുന്നതെങ്കിലും നാം എപ്പോഴും ഒരു പിക്കും നാം സൈഡിലേക്ക് ഒരു ടെക്സ്റ്റും നാം സൈഡിലേക്ക് കൊള്ളത്തക്ക രീതിയിൽ വെക്കാൻ പാടില്ല. സൈഡിൽ പരമാവധി ഉള്ളിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നാം വെക്കേണ്ടത്. കാരണം നമുക്ക് A4 ഷീറ്റിലാണെങ്കിലും അഥവാ നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ അവർ കുറച്ച് സൈസ് കൂടിയിരിക്കും, ഒരു 0.5 ഇഞ്ചോ അങ്ങനെ എന്തെങ്കിലും കൂടിയിരിക്കാം. എനിക്ക് അങ്ങനെ എൻ്റെ ഇതിനും ഒരബദ്ധം പറ്റിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാം എന്ത് ചെയ്യണം, എല്ലാം ഒരു ഉള്ളിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നാം ഉൾപ്പെടുത്തേണ്ടത്. ഓരോ ഇതും ടെക്സ്റ്റ് ആയാലും ഫിഗേഴ്സ് ആയാലും ഒന്നും സൈഡിൽ കൊടുക്കാൻ പാടില്ല. എല്ലാം ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം A4 ഷീറ്റിനുള്ളിൽ വെക്കേണ്ടത്. ഇത് ഞാൻ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ആ ഒരു റൈറ്റ് സൈഡിൽ 2 പിക്കാണല്ലോ ഉള്ളൂ. അതപ്പോൾ അത് നമുക്ക് സൈസ് ചെറുതാക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി കൊടുത്തതേ ഉള്ളൂ. ജസ്റ്റ് നെക്സ്റ്റ് ഡൗൺലോഡ് ബട്ടൺ അമർത്തുക. ഡൗൺലോഡ് എന്ന മുകളിൽ കാണുന്ന എറോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഡൗൺലോഡ് അമർത്തുക. പിന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി PDF പ്രിൻ്റാണ് നാം സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇമെയിലിൽ നമുക്കത് ഇതാക്കാം. കാരണം ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ എന്നത് എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി. സോറി, ഞാനിത് 5/7 ഫ്രെയിമിൽ ചെയ്ത് തന്നെ ഇത് ഓൾറെഡി ചെയ്തതാണ് ഞാനിവിടെ ഫ്രെയിം ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി A4ൽ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. അതുപോലെയാണ് ഞാൻ എല്ലാം എഡിറ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ക്യാൻവ ആപ്പിൽ നമുക്ക് ആ ഫ്രെയിമിൻ്റെ സൈസ് നമുക്ക് 5/7 ആണെങ്കിൽ 5/7 എന്ന് കൊടുക്കണം. A4 ഷീറ്റ് ആണെങ്കിൽ A4 എന്ന് കൊടുക്കണം. ഓക്കെ, അതിനനുസരിച്ചുള്ള ഫ്രെയിം നാം സെലക്ട് ചെയ്യണം. പിന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രെയിം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വേണം നാം ഇത് വെക്കേണ്ടത്. ഡീറ്റെയിൽസ് അടങ്ങിയ ആ പേജ് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്ലാരിറ്റിയും ക്ലിയറും ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നെ അത് കറക്റ്റ് സൈസിൽ നാം കട്ട് ചെയ്തുകൊണ്ട് അതിൽ ഫിറ്റായ രീതിയിൽ വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്.
നല്ലവണ്ണം ക്ലിപ്പ് ചെയ്യുക. നാം ഓർഡർ പ്രകാരം ഞാൻ വല്ല ഓർഡറിനും വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ബാക്കിൽ ടാപ്പ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.